ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പൂമല ഡാമിന്റെ അടുത്താണ്. കേരളത്തിലെ തൃശ്ശൂരിലെ പുഴയ്ക്കൽ ബ്ലോക്കിന് കീഴിലുള്ള മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസേചന ആവശ്യങ്ങൾക്കുള്ള അണക്കെട്ടും ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ് പൂമല ഡാം. ഇതൊരു ചെറിയ അണക്കെട്ടാണ്. മഴക്കാലത്ത് ഇവിടെ സന്ദർശിക്കാൻ നല്ല രസമാണ്. വേനൽക്കാലത്ത് ജലത്തിന്റെ അളവ് കുറവാണ്. ബോട്ടിംഗ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഇവിടെ പ്രവേശന ഫീസ് ഒന്നുമില്ല. റോഡരികിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്, പക്ഷേ റോഡിന് വളരെ വീതി കുറവാണ്. 1939 പൂമല താഴ്വരയിൽ ഒരു ഡിവിഷൻ വയർ നിർമ്മിക്കുകയും 1968 ഒരു പൂമല റിസർവോയർ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. കേരള മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഈ അണക്കെട്ട് മണ്ണും കല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2010 മാർച്ച് 21 ആഭ്യന്തര സഹമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പൂമല ഡാം ഔദ്യോഗികമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നു. ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 94.5 മീറ്റർ ഉയരത്തിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വടക്കുഭാഗത്തായി മറ്റൊരു അണക്കെട്ടുണ്ട്, പത്താഴക്കുണ്ട്. അത് ഇപ്പോൾ ജലസേചനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. റിസർവോയറിൽ ബോട്ടിംഗ്, കുതിരസവാരി, 600 മീറ്റർ നടപ്പാത എന്നിവ ഉൾപ്പെടുന്നു. 300 പേർക്ക് ഇരിക്കാവുന്ന കമ്മ്യൂണിറ്റി ഹാള്, ഒരു കഫ്റ്റീരിയാസ്, കക്കൂസ്, ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും കണ്ടില്ല അവിടെ. ഞങ്ങൾ പോയത് നല്ല ഉച്ച സമയത്തായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു അവിടെ. വെള്ളമൊന്നുമില്ല അണക്കെട്ടിൽ വെള്ളമുണ്ട്, പക്ഷെ വെള്ളം തുറക്കാത്ത കാരണം ഇപ്പുറത്ത് ഒഴുകി പോകുന്നിടത്തൊന്നും വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. പിന്നെന്തായാലും നമ്മൾ ചെറിയൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ പോയ സമയം വെക്കേഷൻ തുടങ്ങുന്ന സമയത്താണ്. നല്ല വെയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ അവിടെ തന്നെ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ അടുത്ത് കടകളൊന്നുമില്ല. ഭക്ഷണം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഗാർബേജ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കീപ്പ് ചെയ്യുക. വേസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒന്നും ഇടാതെ നോക്കുക. ഞങ്ങൾ കവറുണ്ടായിരുന്നു, അപ്പോൾ കവറിലാക്കി വേസ്റ്റൊക്കെ ഞങ്ങൾ കാറിൽ തന്നെ കൊണ്ടുപോയി. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെവിടെ പോകുമ്പോഴും ടൂർ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളൊരിക്കലും വേസ്റ്റ് അവിടെ ഒന്നും നിക്ഷേപിക്കരുത്. അത് എല്ലാവർക്കും ദോഷം ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഒരുപാട് വലിയ അണക്കെട്ട് അല്ലെങ്കിൽ വലിയൊരു ഇതല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നേരം കുറച്ച് നേരമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് നേരം അതൊക്കെ കണ്ടു നടക്കാനും ഒക്കെ ഒരു അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ചെറിയൊരു അണക്കെട്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു വിനോദസഞ്ചാരം കൂടിയാകുമ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്കൊരു അഭിമാനം, എനിക്കും. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പാർക്ക് കണ്ടു. ആ പാർക്കിലൊന്ന് കയറി നോക്കി. അത്യാവശ്യം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. ചെറിയൊരു പാർക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഈ പൂമല ഡാമിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിൽ പറഞ്ഞ സൗകര്യങ്ങളിലൊന്ന് ഈ പാർക്കാന്ന് തോന്നുന്നു. അവിടെ അത്യാവശ്യം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ അവിടെ കണ്ടു ഞങ്ങൾ. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. തൊട്ടടുത്ത് തന്നെയാണ്. ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ പോരണ്ടുള്ളൂ. നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പുഴ ഒഴുകുന്നത് നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാൻ 1-2 ചെറിയ ഐറ്റംസ് ഉണ്ടെന്ന് മാത്രം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കാണാൻ പോയത് വട്ടായി വാട്ടർഫോൾസ് ആണ്. കേരളത്തിലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഒരു മറഞ്ഞിരിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഈ വട്ടായി വാട്ടർഫോൾസ്. തൃശ്ശൂരിൽ നിന്ന് വെറും 13 കിലോമീറ്റർ അകലെ കുണ്ടുകാട് ഗ്രാമത്തിലെ മംഗല്യപ്പാറയ്ക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സാഹസിക പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും അനുയോജ്യമായ ഒരു പിക്നിക് സ്ഥലമാണിത്.
മഴക്കാലത്ത് കൂടുതൽ മനോഹരവും സജീവവുമായ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത്. കുളിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും വെള്ളച്ചാട്ടം സുരക്ഷിതമാണ്. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം അവിടെ. വെള്ളത്തിലിറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ആ വെള്ളച്ചാട്ടം മഴക്കാലത്ത് കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും എന്ന് മാത്രം. നല്ല രസമാണ്. നമുക്ക് ഫോട്ടോയ്ക്ക് വീഡിയോക്കൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ട് അവിടെ. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങാം, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം അധികം ഇല്ല. വലിയവർ നിന്നാലും കുട്ടികൾ നിന്നാലും ഒക്കെ എന്തായാലും കാല് മാത്രം മുങ്ങുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് അവിടെ ഇറങ്ങാം. സംഭവം അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് മഴക്കാലത്താണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഒക്കെ വറ്റി വരണ്ട് കിടക്കുന്ന കാരണം നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആകെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. എന്നാലും ആ കുറച്ച് വെള്ളമാണെങ്കിലും ശരിക്കും ആസ്വദിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ചേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ആ പോകുന്ന വഴിയിൽ തന്നെ ഈ വാട്ടർഫോൾസ് കഴിഞ്ഞ് വണ്ടി തിരിക്കാനെടുത്ത സ്ഥലത്ത് അതിൻ്റെ ഉള്ളിലൊരു പാറമട കണ്ടു. അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ അടിപൊളി സംഭവമാണ്. നല്ലൊരു എക്കോ പോയിന്റ് പോലെ ഉണ്ട്. അടിപൊളിയാണല്ലോ, കണ്ടില്ലെങ്കിൽ വെറുതെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ചേപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ അധികം ആരും അറിയാത്ത മനോഹരമായ ഒരു സ്ഥലമാണ് ചേപ്പാറ. ഇതൊരു പാറക്കൂട്ടമാണ്. പൂമല കുന്നുകളുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം സൂര്യാസ്തമയം കാണാനും അതുപോലെ ഒരു സുപ്രഭാതം ചെലവഴിക്കാനും പറ്റിയ സ്ഥലമാണ് ചേപ്പാറ. തൃശ്ശൂർ ജില്ലയിലെ അത്ര അറിയപ്പെടാത്ത വിനോദസഞ്ചാരങ്ങളിൽ ഒന്നാണ് ചേപ്പാറ റോക്ക് ഗാർഡൻ. വടക്കാഞ്ചേരിക്കടുത്ത് തേക്കുംകര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചേപ്പാറ പ്രകൃതി ഭംഗി നിറഞ്ഞതാണ്. ഭൂതകാലത്തിന്റെ ശേഷിപ്പുകൾ നിറഞ്ഞതാണ്. 1 കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന പാറയുടെ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയ ദൃശ്യം ആശ്വാസകരമാണ്. കൂടാതെ ട്രെക്കിംഗ് ചെയ്യുന്നവർക്ക് വടക്കാഞ്ചേരി തൃശ്ശൂർ പട്ടണങ്ങളുടെ പക്ഷിക്കാഴ്ചയും ആസ്വദിക്കാം. എപ്പോൾ വേണമെങ്കിലും തിരക്കില്ലാത്തതിനാൽ പര്യവേക്ഷകർക്ക് ശാന്തതയോടെ കുന്നിൻ മുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ച ആസ്വദിക്കാനാകും. ശക്തമായ കാറ്റിനു നടുവിൽ ചേപ്പാറയിൽ നിന്ന് സൂര്യാസ്തമയം കാണുന്നത് പ്രകൃതിയുമായുള്ള സമാനതകളില്ലാത്ത കണ്ടുമുട്ടലാണ്. മുനിമാർ ധ്യാനിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന പുരാതന കാലത്തെ ഡോർമെനുകൾ അഥവാ മുനിയറകൾ കുന്നുകളിൽ ഉണ്ട്. ചരിത്രപരമായ നിധികൾ സംരക്ഷിക്കുന്നതിനായി ഈ ഗുഹകൾ ചുറ്റും വേലി കെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് മുനിയറകൾ. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുന്നുകൾ കയറാൻ ആളുകളെ സഹായിക്കുന്നതിന് റെയിലിങ്ങുകൾ, വൈദ്യുത വിളക്കുകൾ, ഭിന്നശേഷിയുള്ളവർക്ക് അനുയോജ്യമായ ടോയ്ലറ്റുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ പാറയുടെ മേലെ കയറി നിന്നിട്ട് കാണാനൊക്കെ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ്. പിന്നെ അറ്റത്ത് ചെറിയൊരു കുളം പോലെ ഒരു ഇതുണ്ട്, വെള്ളക്കെട്ടുണ്ട്. അത് ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ചെറുതാണെങ്കിൽ പോലും നമുക്ക് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ആ പാറയുടെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് മൊത്തം ഒരുപാട് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. സംഭവം നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്രയും നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു ആസ്വാദകരമാണ്. അതുപോലെ തന്നെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളൊക്കെ സുഖസുന്ദരമായിട്ട് ഞങ്ങൾക്ക് കറങ്ങിയടിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കനെ ഇറങ്ങി. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിയിലൊരു തട്ടുകടയിൽ കയറി. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ചെറുവക, ബജ്ജി, കടികൾ അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അതും കഴിച്ചു. ഓരോ ചായയും കുടിച്ചു.
അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. ഞങ്ങൾ പെങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും അവിടെ വീട്ടിലിറക്കി കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി ഡൈനിങ് വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സൈനിങ് ഓഫ് അജീബ് ഖാൻ ആൻഡ് ഹബീബി. Goodbye.